കോട്ടയിലെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പൊ കുറെ അല്ല 2-3 ദിവസത്തിന് ശേഷം ഞാൻ പറയലുണ്ട് 2 ദിവസം വിട്ടിട്ട് എന്തായാലും വീഡിയോ ഇടുന്നു. അപ്പൊ എല്ലാവരും കമന്റ് അയച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ചോദിക്കുന്ന ഒറ്റൊരു കാര്യം, വീഡിയോ ലെങ്ത് ആക്കും. ഇൻസ്റ്റയിൽ 1.5 മിനിറ്റ് ഇടാൻ കഴിയും. പിന്നെ യൂട്യൂബിൽ അങ്ങനെ എന്ത് പറയുന്നത് നല്ല ലെങ്ത്തിലിടാം. പക്ഷെ ലെങ്ത്തിലിടുമ്പോൾ കുറച്ച് എല്ലാവരും ഷോർട്ട് ആയിട്ടാണ് യൂട്യൂബിൽ നോക്കുന്നത്. പക്ഷെ ഇൻസ്റ്റയിൽ അങ്ങനെയല്ല, എല്ലാവരും ലെങ്ത് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് യൂട്യൂബിൽ ഒരു ലെങ്ത് ഉള്ള വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഒരു കോഴി വെച്ച് വലിയൊരു കോഴി വെച്ചിട്ട് നമുക്ക് അതിനെ ചുട്ടെടുക്കാം, ചുട്ടിട്ട് തിന്നാന്ന് വിചാരിക്കുന്നത്. ചുട്ടിട്ടല്ല ഗ്രില്ലാക്കാന്ന് വിചാരിക്കുന്നത്. അത് ഇടൊന്നുമല്ല, എൻ്റെ വീട്ടില് പോയതിൻ്റെ സൈഡ് കഴിച്ച്, അതായത് ലൊക്കേഷൻ ഫുള്ള് പോയതിൻ്റെ സൈഡ് ഞാൻ മുമ്പേ വിചാരിക്കുന്നത്. ഞാൻ അടുക്കിടക്ക് ഞാനും എൻ്റെ അനിയനെല്ലാം പോയിട്ടാണ് ആക്കുക കഴിച്ച് തിന്നാനല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യം ഒരു വീഡിയോ എടുത്തെങ്ങനെ നല്ല മജ്ജയുണ്ട്, സ്ഥലമെല്ലാം കാണാൻ നല്ല മജ്ജയുണ്ട്. അപ്പോൾ അവിടെ പോകുന്നൊരു വീഡിയോ കഴിച്ച്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ പോയി എങ്ങനെ അപ്പം അതിനെന്തെല്ലാം സാധനം വേണം. കോഴി മേടിക്കണം കഴിച്ച്, ആദ്യം കോഴിപ്പീടിയെ പോകണം, കോഴി മേടിക്കണം. കുറേ ഉണ്ട് പണി തന്നെ. ഇപ്പൊ രാവിലെ 10:30 മണിയായി. 10:30 മണിന്ന് വൈകിട്ടോളം പണിയുണ്ട് കഴിച്ച് ഞങ്ങൾക്ക്. അപ്പൊ നേരെ വീഡിയോയിലൊക്കെ കഴിച്ച്. അപ്പൊ കഴിച്ച് നമ്മൾ കോഴി മേടിക്കാൻ വന്ന ഒരു കോഴി എടുത്ത് കഴിച്ച് കോഴി ക്ലീൻ ആക്കുന്നുണ്ട്. ഒരു കോഴി എടുത്തൊരു 1,600 കോഴി. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് വേണ്ട സാധനം മറ്റേ ഇതില്ലേ എന്തിപ്പാ കോഴിക്കുള്ള മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അടഞ്ഞുണ്ട്. നമ്മൾ ഓൾറെഡി എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ആക്കുന്നതിനോട് എന്തെടുത്തിട്ട് അങ്ങനെ നേരെ സാധനം എല്ലാം മേടിച്ച് കഴിച്ച് കോഴി അതേത് തൈര് മുളക് ഇതെല്ലാം അരച്ചിട്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിനൊക്കെ ഞാൻ. അപ്പം അതെല്ലാം എടുത്തിട്ട് നേരെ നമ്മൾ പോയി കഴിച്ച്. എല്ലാം പിടിക്കാൻ കഴിയോ? ആയാ കമ്പി പോയല് ഫുഡാക്കാം, അല്ല പോയതിന്റെ സൈഡ് ഫുഡാക്കാന്ന് വിചാരിക്കുന്ന അട്ടപ്പട്ട വെയില് നമുക്ക് ഇത് ഞമ്മ വെള്ളം എന്തെടുക്കാൻ തൂക്കുപാലാണ്. ഇവിടെ നമ്മ പണ്ടേ വരും, ഞാന് അനിയന് നിൽക്കണം. അപ്പൊ ഈ ഒരു കാടിന്റെ ബൈല പിടിച്ച് പോണാൽ ബീച്ചിട്ട ആരോ കുമ്പളനുണ്ട് ചെയ്യുമ്പോ നട്ടിയിട ആര് പിരിത്തിന്റെ അല്ല ബാക്ക് നോയിസ് കൊടുത്താ പോരെ. എന്നോട് പറയണ്ട, വീഡിയോ എടുക്കുന്ന ആളുണ്ട് ഇവിടെ. അതൊന്ന് പൊട്ടിച്ചിട്ട് അടുത്തൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഗൈസ് മജ്ജയില നമ്മൾ പോയിന്റ് സൈഡാക്കുന്നതിന് ഓൾറെഡി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ എനിക്ക് നല്ല മജ്ജയായിരുന്നു ഗൈസ്. എന്താ പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ പോയതിൽ പണ്ട് നനക്കാനല്ലോ പോകും ഗൈസ്. കോഴി കൗവാനാണ് ആദ്യമായിട്ട് പോകുന്നത്, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ നല്ല മജ്ജയില കോയിന് ഒരു 2-3 പ്രാവശ്യം പാങ്ങനെ കവീന് ഓൾറെഡി വലിയ ക്ലീൻ ആക്കാതെ കോഴി അങ്ങനെ മുറിച്ചിട്ട് തന്നിട്ടുണ്ടായി. ഉള്ളിൽ അതിൻ്റെ പല്ലൊക്കെ അളുത്തറിച്ചെല്ലാം ഉണ്ടായി. പിന്നെ അതിൻ്റെ ചങ്ക് മുറിക്കാനുണ്ടായി ഗൈസ്. അതിൻ്റെ ചങ്ക് നമ്മളെ നായിക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ച് മുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു എന്ത് പറയുന്ന ഒരു ജെല്ല് പോലത്തെ സംഭവം ഉണ്ടായി. അതെല്ലാം മജ്ജയില ക്ലീൻ ആക്കിയേക്കാം. വിട്ടിട്ട് പോന്ന ആയാ വിഷത്തിട്ടുണ്ട് വിഷത്തില്ല എന്താ പോയക പോവാത്ത പോരപ്പോ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ അതിനെ പാങ്ങല കോയിനിങ്ങനെ വെച്ചിട്ടല്ല ഇങ്ങനെ മുറിച്ചിട്ട് നമ്മ തൈരും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട്
മസാല പിടിക്കാൻ മാറ്റി വെക്കുക. പിന്നെ അതിന് മുളക് വേണം ഗൈസ്, കുറച്ച് ഗരം മസാലയും ഇടിമുളകും ഇഞ്ചി വെള്ളുള്ളി തക്കാളി കൊത്തമ്പാരി ഇട്ടിട്ട്, അതായത് ഈ കൊത്തമ്പാരി എന്ന് പറഞ്ഞെങ്കിൽ ഇടിയില്ലാത്തതിനോടാണ് ഞാൻ പൊടി യൂസ് ആക്കുന്നത്. ഇടിയുള്ളവർക്ക് ഇടി വറുത്തിട്ട് യൂസ് ആക്കാം. ഇതെല്ലാം വറുത്തിട്ട് നല്ല മജല മിക്സിയിൽ അരച്ചിട്ടെടുത്തിട്ട് നമ്മൾ ഈ കോഴി മുറിച്ച് വെച്ച കോഴി ഉണ്ടല്ലേ, ആ കോഴി അരപ്പെല്ലാം നല്ല പാങ്ങല പിടിക്കുന്ന പോലെ തേച്ച് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് ഇല്ലേ ഈ ചിക്കന് മാറ്റി വെക്കാകെ. ഇങ്ങനെ കൊണ്ട് ഉള്ളിൽ കുറേ തള്ളാണ്. അപ്പോൾ നിങ്ങൾ തീ കത്തിക്ക്. അപ്പൊ കോല് കുത്തണം. അപ്പൊ തീ കത്തിക്കണ്ട ആദ്യം. അങ്ങോട്ടല്ല തീ പാറുന്നുണ്ടല്ലോ. അറിയാം ചെറിയ ചെറിയ എന്താക്കണ്ടത് മതി. അതിന്റെ മീത്തൊക്കെ വാങ്ങി അപ്പുറത്തെ സൈഡിൽ നിന്ന് ബാപ്പു. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മീത്തക്ക് കുറച്ച് അരിപ്പ്, ബാക്കിയുള്ള കുറച്ച് ടിഫിനിൽ അരിപ്പുണ്ടായി, അത് തേച്ചിട്ട് കൊടുക്കുക. അടിക്കും മീത്തക്കും നല്ല മജയില തേച്ചിട്ട് കൊടുക്കാകെ. തേച്ചിട്ട് കൊടുത്തിട്ടായിട്ട് എണ്ണ ഇല്ല, എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ അതിൻ്റെ മീത്തക്ക് ഇതാക്കിക്കൊണ്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞിട്ട് പോകും. ഒന്നാകെ തീയെല്ലാം ഇട്ടല്ലേ, അപ്പോൾ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അടിയിലും മീത്തക്കും സൈഡിലേക്കെല്ലാം എണ്ണ പാങ്ങല മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഈ കോയിനെ അപ്പം തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് കത്തിയിട്ട് തന്നെ പോകും. എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല മജയില. ഗൈസ് അല്ല പാലത്തേക്ക് അപ്പോ അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ 2 കണ്ട നാരങ്ങ എടുക്കുക. അതിൻ്റെ മീത്തക്ക് നല്ല മജയില കട്ടിയിൽ പിഴിഞ്ഞു കൊടുക്കുക. കോയിന് ഈ ഒരു സൈഡ് മാത്രമല്ല 2 സൈഡും പിഴിഞ്ഞു കൊടുക്കുക.
കാണിക്കൂ. എനിക്കറിയാലത് ആടെ ഊറ്റിട്ട് വിട്. ആ മതി. അയ്യോ അയ്യോ. അപ്പോൾ ഗൈസ് കോഴി കുറച്ച് വേണമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം മസാല എല്ലാം നല്ല മജ ഉണ്ടായേക്ക. ഒരു ആ മീത്തൊക്കെ ഞമ്മ ചെറുപുളിയില്ലേ, ചെറുപുളീന് എന്ത് പറയുന്നത്, ചെറുപുളീന് എന്ത് പറയുന്നത്, ചെറുനാരങ്ങ. ആ നാരങ്ങ സോറി. ആ നാരങ്ങല്ലോ പിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടായിന്. ആ ഒരു ടേസ്റ്റ് നല്ല മജ ഉണ്ടായിന്. പിന്നെ ഒരു സൈഡ് നല്ല പാങ്ങല ബന്ധിന്, ഒരു സൈഡ് അത്ര വലിയ ബന്ധിട്ടാന്ന് തോന്നുന്നേക്ക്. അടിപൊളി ഉണ്ടായി. ഞാനും ദീച്ചുൻ്റെ എന്തെല്ലാം കുരുത്തക്കേട്. കോയിനെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടിട്ട് അപ്പയൊക്കെ ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ ഒറ്റക്ക് ടേസ്റ്റ് നോക്കുന്നുള്ളത്. എനിക്ക് നല്ല ആ ഒരു സൈഡ് നല്ല കരിഞ്ഞിട്ടുണ്ടായിനി. അടിക്ക് പിടിച്ചതല്ല, കരിഞ്ഞിട്ടുണ്ടായി. നല്ല ടേസ്റ്റും ഉണ്ടായിനക. അപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ആക്കാം. പിന്നെ വലിയൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല ഇത്, എന്നെങ്കിലും അത്യാവശ്യം നല്ലൊരു കുഞ്ഞു കണ്ടന്റ് ഞാൻ ദീച്ചുട്ടിനും അപ്പോൾ കൂടി ഇതാക്കിയൊരു ചെറിയ കണ്ടന്റ്. വൈകുന്നേരമാണായിരുന്നു ഇത്. നട്ടുച്ചക്കായി നമ്മ പോയത്. നട്ടുച്ചക്കായതുകൊണ്ട് തന്നെ ഒരു ഇതുണ്ടായിന്. ഹായ് ഗൈസ് പറ. ഹലോ പറ. ആടെ നോക്ക്. അപ്പൊ കൊറേ ആള് ദീച്ചുനെ ചോദിച്ചോണ്ട് ഉണ്ടായിന്. ദീച്ചു കൊടുത്തു. അപ്പോ ദീച്ചുട്ടെ ഇതാ കണ്ടാ, ദീച്ചുനെ കാണാതെ കണ്ടോ. എനിക്ക് കൊറേ ആള് കാണുന്നില്ല അറിയ നോക്ക് ദീച്ചുട്ടാ, കണ്ണു മീക്ക്. അപ്പോ ഇത് നമ്മളെ ദീച്ചു, എന്റെ ദീച്ചു ഗൈസ്, എന്റെ ദീച്ചു അല്ലേ. ആര് ദീച്ചു? അപ്പൊ ബൈ പറ. I love you. Miss you. അപ്പോൾ ഗൈസ് ഫുഡിൻ്റെ നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ നമ്മൾ വീഡിയോസ് കവറാക്കാൻ നോക്കിനി. ഞാനും അപ്പും ദീച്ചൂട്ടനും എല്ലാവരും വന്നിട്ട്. പിന്നെ ഫുഡിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് കുറേ കഷ്ടപ്പെട്ടിട്ട് ഗൈസ്. അത് തീ കത്തിക്കരിയോ, തീ കത്തുന്ന ഒരു സൈഡ് കരിയുന്നു, പിന്നെ ഒരു സൈഡ് കത്തുന്ന ഇപ്പുറത്തെ സൈഡ് കരിയുന്നു. കുറച്ച് വന്നിട്ട് അങ്ങനെ ആയിട്ടുണ്ടായി. പക്ഷെ നല്ല മജ ഉണ്ടായി. നമ്മൾ എന്ത് പറയുന്നത് ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് ആക്കുന്നത്. വീട്ടിൽ ഈ നാട്ടി മുമ്പ് ഒരിക്കൽ എന്തോ ആക്കിന്. അതൊരു എന്ത് പറയുന്ന പുതിന, പിന്നെ പച്ചമുളക്, വെള്ളുള്ളി അങ്ങനത്തെ എല്ലാം പച്ച സാധനം അരച്ചിട്ടാക്കിയത്. ഇത് നമ്മൾ ചുവപ്പ് മസാല ആക്കിയ ഗൈസ്. അപ്പോൾ എനിക്ക് സൂപ്പറായിട്ടുണ്ടായിന്. അപ്പോൾ പോയതിൻ്റെ സൈഡ് വീടുള്ള ആൾക്കാരെല്ലാം വീട്ടിൽ ട്രൈ ആക്കാം. വണ്ടി വരുന്നുണ്ട് ഒരു ഇത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇതാക്കിന്. ഇനി എന്തെങ്കിലും വേറെ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് മേക്കപ്പിൻ്റെ അല്ല ഡ്രസ് കളക്ഷൻസ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടാം നിങ്ങൾ. അപ്പോൾ അന്നെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത്ര കുറേ ആൾ മേക്കപ്പിൻ്റെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കഴിയുന്ന പോലെ ഞാൻ ട്രൈ ആക്കിത്തരാം. പിന്നെ പ്രൊഡക്ട്സ് എന്തെങ്കിലും യൂസ് ആക്കുന്നുണ്ടോ ഫേസിന് കുറേ ആൾ ചോദിച്ചുകൊണ്ടുണ്ട്. എൻ്റെ പിമ്പിൾസും ഞാൻ കണ്ടിട്ട് ഫുള്ള് നിറച്ച് കുരുവെല്ലാം വന്നിട്ടുണ്ടേ. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം മേക്കപ്പിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്ന കേസ്. ഞങ്ങളെ പോയിൻ്റ് സൈഡ് നമ്മളെ തൂക്കുപാലത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്ന വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ട്രൈ ആക്കാം. കുറേ ആക്കാൻ ഇഷ്ടമല്ല, അത് നിങ്ങൾ ഒരാളെ മനസ്സിലാക്കിയിട്ടാവണോ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടാതാണ് എനിക്ക് പറയാനുള്ളത് തന്നെ. പാവാണ്. പിന്നെ കുറേ ആൾ മിണ്ടുമ്പോൾ ജാട ഉണ്ടാക്കിയിരിക്കുന്നതിൽ പറയുന്നത് അതൊന്നും ഇല്ല ഗൈസക്ക്. സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മിണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ആക്കിയിട്ട് ഒക്കെ കൂടിക്കും. എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം മെല്ലെ ആയിട്ട് ഞാൻ പോസ്റ്റ് ആക്കുന്നതായിട്ടുണ്ടാവും. എനിക്കും ജീവിക്കേണ്ട ഗൈസ്, വരുമാനം വേണ്ടേ. അപ്പോൾ ടാറ്റ ബൈ, സീ യു, ലവ് യു.